അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ നിന്ന് തൻ്റെ പേര് ഒരേ താളത്തിൽ മുഴങ്ങുന്നത് കേട്ടപ്പോൾ ശിവൻ ദൂബെയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകണം. ഉള്ളും. കുട്ടി ക്രിക്കറ്റിൻ്റെ കനകസിംഹാസനത്തിലേക്ക് ഇന്ത്യ ഒരിക്കൽ കൂടി കയറി നിൽക്കുമ്പോൾ അതിന് പിന്നിൽ അയാൾ ഒഴുക്കിയ വിയർപ്പ് കൂടിയുണ്ട്. കലാശപ്പോരിൽ 15-ാം ഓവറിൽ 200 റൺസ് കടന്ന ഇന്ത്യൻ സ്കോർ ബോർഡിന് അടുത്ത 4 ഓവറിൽ എന്താണ് സംഭവിച്ചത്? ജെയിംസ് നീഷാം ഒറ്റ ഓവറിൽ 3 പേരെ വീഴ്ത്തി കിവീസിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. പിന്നെയുള്ള 4 ഓവറിൽ സ്കോർ ബോർഡിന് ഇന്ത്യൻ ബാറ്റർമാരുടെ സംഭാവന 27 റൺസാണ്. ഒരു ഓവർ കൂടി ബാക്കിയുണ്ട്. നീഷാമാണ് ബോളിംഗ് എൻഡിൽ. സ്ട്രൈക്കിൽ ശിവൻ ദൂബെ നീഷാമിനെ ആ ഓവറിൽ നിലത്ത് നിർത്തിയിട്ടില്ല. 3 ഫോറും 2 സിക്സും സഹിതം അടിച്ചെടുത്തത് 24 റൺസ്. ഇന്ത്യൻ സ്കോർ ഒറ്റയടിക്കാണ് 250-ൽ തൊട്ടത്. ആകെ 8 പന്ത് നേരിട്ട ദൂബെ അടിച്ചെടുത്തത് 26 റൺസ്. ദൂബയെ കുറച്ചുകൂടി നേരത്തെ ഇറക്കാമായിരുന്നില്ലേ എന്നായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിലെ മുറുമുറുപ്പുകൾ. ഈ ടൂർണമെൻറ്റിൽ ആകെ 4 കളിക്കാരാണ് ഇന്ത്യൻ നിരയിൽ 200 കടന്നത്. അതിലൊരാൾ ദൂബെയാണ്. സഞ്ജുവും ഇഷാൻ കിഷനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമാണ് മറ്റു 3 പേർ. 165 സ്ട്രൈക്ക് റേറ്റിലാണ് ദൂബെ ടൂർണമെൻറ്റിൽ ആകെ ബാറ്റ് വീശിയത്. ലോകകപ്പിൽ ബാറ്റിംഗ് ഓർഡറിൽ കൃത്യമായൊരു സ്ഥാനമൊന്നും ദൂബെയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കണം. 4-മനായും 5-മനായും 6-മനായും 7-മനായും ഒക്കെ അയാൾ കളത്തിലിറങ്ങി. ഈ ഷിഫ്റ്റുകൾ അയാളുടെ ബാറ്റിങ്ങിനെ തെല്ലും ബാധിച്ചിട്ടില്ല. USA-ക്കെതിരെ സമ്പൂജനായാണ് ദൂബെ മടങ്ങിയത്. നമീബിയക്കെതിരെ 6-മനായി ഇറങ്ങി 16 പന്തിൽ 23 റൺസ്. പാകിസ്ഥാനെതിരെ 17 പന്തിൽ 27. നെതർലൻഡ്സിനെതിരെയാണ് ടൂർണമെൻറ്റിൽ ദൂബെയുടെ ഏക 50 പറന്നത്. അതൊരു നിർണായക ഇന്നിംഗ്സ് ആയിരുന്നു. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും പവർ പ്ലേയിൽ തന്നെ വീണുപോയ ആ മത്സരത്തിൽ 5-മനായാണ് ദൂബെ ക്രീസിലെത്തിയത്. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും 30+ സ്കോർ ചെയ്തെങ്കിലും ഇരുവരുടെയും സ്ട്രൈക്ക് റേറ്റ് 125-ൽ താഴെയായിരുന്നു. മത്സരത്തിൽ ഒരാൾ പോലും 35 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാത്ത ആ സർഫേസിൽ ദൂബെ ആളിക്കത്തി. 31 പന്തിൽ 66 റൺസ്. ബാറ്റ് വീശിയത് 212 സ്ട്രൈക്ക് റേറ്റിൽ. പറത്തിയത് 6 സിക്സും 4 ഫോറും. ഇന്ത്യ മത്സരത്തിൽ 17 റൺസിനാണ് ജയിച്ചത്. സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ടെങ്കിലും ആ മത്സരത്തിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ദൂബെ ആയിരുന്നു. 37 പന്തിൽ 42. സിംബാബ്വെക്കെതിരെ ബാറ്റിങ്ങിന് ഇറങ്ങിയില്ല. എന്നാൽ ആ മത്സരത്തിൽ ദൂബെ വിട്ടു നൽകിയ റൺസ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി. വെറും 2 ഓവർ എറിഞ്ഞ ദൂബെ 46 റൺസാണ് അന്ന് വഴങ്ങിയത്. 23 താരത്തിൻ്റെ എക്കോണമി. നെറ്റ് റൺ റേറ്റ് ഏറെ നിർണായകമായ സമയത്ത് സൂര്യ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തിനായിരുന്നു എന്ന ചോദ്യമുയർന്നു. ഹർദിക്കിനും ബുംറയ്ക്കും ഓരോ ഓവർ വീതം ബാക്കി നിൽക്കെയാണ് സ്കൈ അങ്ങനെ ഒരു തീരുമാനത്തിന് മുതിർന്നത്. വിൻഡീസിനെതിരായ മത്സരത്തിൽ ദൂബെ ക്രീസിലെത്തുമ്പോൾ 10 പന്തിൽ 17 റൺസ് വേണമായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ. വിൻഡീസിന് അപ്പോഴും പ്രതീക്ഷകൾ ബാക്കി കിടപ്പുണ്ട്. എന്നാൽ ദൂബെ ക്രീസിലെത്തിയതും പായിച്ച 2 ബൗണ്ടറികൾക്കൊപ്പം എല്ലാ സമ്മർദ്ദങ്ങളും അതിർത്തി കടന്നു. മത്സരത്തിന് ശേഷം ആ 2 ബൗണ്ടറികൾക്ക് പൊന്നും വിലയുണ്ടായിരുന്നു എന്നാണ് ജസ്പ്രീത് ബുംറ പ്രതികരിച്ചത്. സഞ്ജുവിൻ്റെ 97 റൺസിന് എത്ര വിലയുണ്ടോ അത്ര തന്നെ മൂല്യം ശിവൻ ദൂബെയുടെ ആ 2 ബൗണ്ടറികൾക്കും ഉണ്ടെന്നായിരുന്നു ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിൻ്റെ പ്രതികരണം. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ 4-ാം സ്ഥാനത്തേക്ക് കയറ്റം കിട്ടിയ ദൂബെയുടെ സംഭാവന 25 പന്തിൽ 43 റൺസായിരുന്നു. പറത്തിയത് 4 സിക്സും 1 ഫോറും. അതിൽ 3 സിക്സറുകൾ ആദിൽ റഷീദിനെതിരെയായിരുന്നു. അന്ന് ബാറ്റ് വീശിയത് 172 സ്ട്രൈക്ക് റേറ്റിൽ. കലാശപ്പോരിലടക്കം ദൂബെയുടെ ഇന്നിങ്സുകൾ ഇന്ത്യൻ വിജയത്തിൽ ഏറെ നിർണായകമായി. മൈ റോൾ ഓൾവേസ് വാസ് ടു ഹിറ്റ് സം ബിഗ് സിക്സസ്. ഇന്ത്യയുടെ കിരീട നേട്ടത്തിന് ശേഷം ദൂബെയുടെ പ്രതികരണം അതായിരുന്നു. ഗംഭീർ അയാളെ ഏൽപ്പിച്ച പണി വൃത്തിയായ അയാൾ മൈതാനത്ത് നടപ്പിലാക്കി. 2024 ലോകകപ്പിൻ്റെ കലാശപ്പോരിലും ദൂബെയുടെ ഇന്നിങ്സ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിക്കുന്നതിൽ ക്രൂഷ്യൽ റോൾ വഹിച്ചിരുന്നു. 16 പന്തിൽ 27 റൺസായിരുന്നു അന്ന് ഇന്ത്യൻ സ്കോർ ബോർഡിൽ ദൂബെ ചേർത്തത്. ഇക്കുറി അയാൾ ടൂർണമെൻറ്റിൽ ഉടനീളം ഇന്ത്യയുടെ കുതിപ്പുകളുടെ ബാറ്റൺ കയ്യിലെത്തുന്നു. വിട്ടുകൊടുത്ത റൺസോ വിട്ടുകളഞ്ഞ ക്യാച്ചോ കൊണ്ട് ദുബൈയുടെ സംഭാവനകളെ വില കുറച്ച് കാണാനാകില്ല. ടൂർണമെൻറ്റിലെ തൻ്റെ ബോളിംഗ് പ്രകടനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അടുത്ത തവണ ഉറപ്പായും മെച്ചപ്പെടുത്തും എന്നായിരുന്നു ദൂബെയുടെ മറുപടി. ആ വാക്കുകളിൽ നിരാശയായിരുന്നില്ല, പ്രതീക്ഷയും പോസിറ്റീവ് എനർജിയും ഒക്കെയായിരുന്നു. ഇർഫാൻ പത്താൻ അടക്കം മുൻ താരങ്ങൾ പലരും ടൂർണമെൻറ്റിൽ ഉടനീളം ദുബെ പുലർത്തിയ കൺസിസ്റ്റൻസിയെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. സഞ്ജുവിനെയും ബുംറയും ഒക്കെ പോലെ തന്നെ ആഘോഷിക്കപ്പെടേണ്ടതാണ് ദുബെയുടെ പേരും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വിന്നേഴ്സ് മെഡൽ ഏറ്റുവാങ്ങാനായി ദുബെ പോഡിയത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഗാലറിയിൽ നിന്ന് മുടങ്ങിയ ആരവങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നു.